sundaris, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ again ഒരു get ready with me ആയിട്ടാണ് വന്നിട്ടുള്ളത്. പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ മേക്കപ്പ് 1000 രൂപയെക്കാളും താഴെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു 250 രൂപ മുതൽക്കാണ് സ്റ്റാർട്ട് ചെയ്യണത്. എല്ലാം വളരെ നല്ല പ്രോഡക്ട്സ് ആണ്, നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള പ്രോഡക്ട്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ പ്രോഡക്ട്സും മിന്ത്രയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. അത് നോക്കാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ സ്കിൻ കെയറിന് സ്റ്റാർട്ട് ചെയ്യാം. സ്കിൻ കെയർ ആണ് ബേസ്. അതില്ലാണ്ട് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതൊട്ടും നന്നാവില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസറിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റഫിൽ മോയ്സ്ചറൈസിങ് ക്രീം ആണ് യൂസ് ചെയ്യുന്നത്. ഡ്രൈ ടു നോർമൽ ടു സെൻസിറ്റീവ് സ്കിന്നും യൂസ് ചെയ്യാൻ പറ്റിയതാണ്. 48 hours നമുക്ക് മോയ്സ്ചറൈസ്ഡ് ആക്കി നിർത്താനും നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ ബാരിയറിനെ ബിൽഡ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഒട്ടും തന്നെ ഓയിലി ആക്കില്ല കേട്ടോ. അപ്പോൾ മേക്കപ്പിൻ്റെ താഴെ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ്. അതല്ലെങ്കിൽ തന്നെ വെറുതെ ഇടാനും പറ്റിയിട്ടുള്ള മോയ്സ്ചറൈസർ തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ എൻ്റെ സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്? സൺസ്ക്രീൻ മസ്റ്റ് ആണ് അല്ലേ. ഇത് റീക്വലിൻ്റെ അൾട്രാ മാറ്റ് ഡ്രൈ ടച്ച് സൺസ്ക്രീൻ ജെല്ലാണ് കേട്ടോ. ഇത് വാട്ടർ ആൻഡ് സ്വെറ്റ് റെസിസ്റ്റന്റ് ആണ്. പെർഫെക്റ്റ് അണ്ടർ മേക്കപ്പ് എന്ന് ഇതിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നോൺ കോമഡജനിക് ആണ്, എല്ലാ സ്കിൻ ടൈപ്പിലും സൂട്ട് ആവുന്നതാണ്. SPF 50 PA4+ ഉണ്ട് കേട്ടോ. ഇത് പിന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡും ആയിട്ടുള്ളതാണ്. 2 to 3 ഫിംഗേഴ്സ് എന്തായാലും എടുത്ത് മുഖത്തും കഴുത്തിലും ബോഡി എവിടെയൊക്കെയാണോ എക്സ്പോസ്ഡ് ആവണേ അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതേ കണ്ടോ, വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലല്ലോ. മേക്കപ്പിനെക്കാട്ടിനും മുന്നേ നമുക്ക് മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആക്കാനുള്ള മെയിൻ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാം. അതാണ് പ്രൈമർ. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇബ കോസ്മെറ്റിക്സിന്റെ ഫോട്ടോ പെർഫെക്റ്റ് HD ഫേസ് പ്രൈമർ ആണ് കേട്ടോ. ഇത് നമ്മുടെ സ്കിന്നിനെ സ്മൂത്ത് ആക്കാനും കുറച്ചൊരു മാറ്റ് ഫിനിഷ് തരാനും പോഴ്സും അതേപോലെ തന്നെ ഫൈൻ ലൈൻസ് ഉണ്ടല്ലോ അതൊക്കെ ഫില്ല് ചെയ്ത് കുറച്ചുകൂടി ഒരു നല്ലൊരു റേഡിയൻസ് തരാൻ, അതായത് ഒരു കുറച്ചൊരു ബ്രൈറ്റ്നസ് തരാനും മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആക്കാനും പിന്നെ അതുപോലെ തന്നെ മേക്കപ്പ് ക്രീസ് ആവാണ്ടേയും സ്മഡ്ജൊന്നും ആവാണ്ടിരിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. പുട്ടിയടിച്ചെന്നിങ്ങനെ ഫില്ല് ചെയ്യാന്ന് പറയില്ല, അതേപോലെ ഈ പ്രൈമർ ഇട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ ഈ ഫൈൻ ലൈൻസും പോഴ്സും ഒന്നും എടുത്തറിയില്ല കേട്ടോ. അടുത്തത് എനിക്ക് ഉള്ളിന്ന് ഒരു ഗ്ലോ വരുന്ന തരത്തിലുള്ള മേക്കപ്പ് ചെയ്യണമെന്നാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ലാക്മി ലൂമി ക്രീമാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇതിൽ മോയ്സ്ചറൈസറും അതേപോലെ തന്നെ ഹൈലൈറ്ററും ഉണ്ടെന്നാണ് പറയണത്. ഞാനത് കുറേ തവണ കാണിച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ഫേസ് കംപ്ലീറ്റ്ലി എനിക്ക് ഇടണമെന്നില്ല, ഇടണമെങ്കിൽ ഇടാം. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ഇവിടെയും കുറച്ച് നെറ്റിയുടെ അവിടെയും ഇവിടെയായിട്ട് കുറച്ച് ഈ നോസിൻ്റെ അവിടെ ഇട്ട് നമുക്ക് ലൈറ്റായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ശരിക്കും നമ്മുടെ ഉള്ളിൽ നിന്നുള്ളൊരു ഗ്ലോ വരില്ലേ, ആ ഒരു തരത്തിലുള്ള ഒരു ലുക്കാണ് ഉണ്ടാവുക. ഇതൊക്കെ ഭയങ്കര അഫോർഡബിൾ ആണ്, പക്ഷെ നല്ലൊരു റിസൾട്ട് തരുന്ന മേക്കപ്പ് പ്രോഡക്ട്സ് ആണ് കേട്ടോ. ഇത് എല്ലാം ഞാൻ മിന്ത്രയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ലിങ്ക്സിന് വേണ്ടിയിട്ട് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അടുത്തത് നമ്മൾ ഫൗണ്ടേഷൻ അല്ല കേട്ടോ യൂസ് ചെയ്യണത്, പകരം ഒരു ടിന്റ് ആണ് യൂസ് ചെയ്യണത്. Maybelline ന്യൂയോർക്ക് ഫിറ്റ് മീ ടിന്റ് ആണ് കേട്ടോ. ഇതിൽ SPF 50 അതേപോലെ തന്നെ വിറ്റമിൻ C ഉണ്ട് കേട്ടോ. സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് ആണിത്. ഈസിലി ബ്ലെൻഡ് ആവും കേട്ടോ. നമുക്ക് കുറച്ചും കൂടി കുറവ് പ്രോഡക്റ്റ് എടുക്കണമെന്ന് വെച്ചാൽ ഇതിലും പെട്ടെന്ന് ബ്ലെൻഡ് ആവും. അപ്പോൾ നമ്മളൊരു ചെറിയൊരു പാർട്ടി ലുക്ക് ആയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി പ്രോഡക്റ്റ് എടുത്തതേ ഉള്ളൂ കേട്ടോ. കുറച്ച് ലൈറ്ററായിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷേ നമ്മൾ ഫുൾ മേക്കപ്പ് കഴിയുമ്പോഴേക്കും ഓക്സിഡൈസ് ആയിട്ട് എൻ്റെ അതേ സ്കിൻ ടോണിലേക്ക് ആവും കേട്ടോ. നമുക്ക് കൺസീലർ എടുക്കാം കേട്ടോ. കൺസീലർ നമ്മൾ സ്വിസ് ബ്യൂട്ടിയുടെ ലിക്വിഡ് കൺസീലർ ആണ് കേട്ടോ എടുക്കണത്. ഇത് നമ്മൾ ഇന്നർ കോർണേഴ്സിൻ്റെ അവിടെ ജസ്റ്റ് ഔട്ടർ കോർണേഴ്സിൽ, പിന്നെ ഞാനിവിടെ താടിയുടെ ഭാഗത്ത് മാത്രമേ ഇടുന്നുള്ളൂ, കാരണം ഇവിടെ മാത്രമേ എനിക്ക് ഡാർക്ക്നെസ് ഉള്ളൂ. പക്ഷെ നമുക്ക് കുറച്ചും കൂടി ഭാഗത്ത് ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് ഇടാവുന്നതാണ് കേട്ടോ. ജസ്റ്റ് കൺസീലർ ഇട്ടത് എവിടെയാണോ അവിടെ മാത്രം നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഔട്ടർ കോർണേഴ്സിൻ്റെ അവിടെയും ബ്ലെൻഡ് ചെയ്ത് കണ്ണിൻ്റെ താഴെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ മീതയ്ക്കും കൊണ്ടുവരിക കേട്ടോ. കൺസീലർ ആണെങ്കിലും ഫൗണ്ടേഷൻ ആണെങ്കിലും വളരെ കുറച്ചെടുത്തിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യണ്ടേ. കൺസീലർ സെറ്റ് ചെയ്തില്ലെങ്കിൽ ക്രീസായി പോകും കേട്ടോ. അതായത് നമ്മുടെ ഈ കണ്ണിൻ്റെ ഇവിടെയൊക്കെ മടക്കുകളില്ലേ, ചെറിയ ഫൈൻ ലൈൻസ് ഉണ്ടാവും, അതിലേക്കൊക്കെ കൺസീലർ ഇങ്ങനെ വന്നടിയും. അത് കാണാൻ ഭയങ്കര അഭംഗിയാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാർസിൻ്റെ ഈ ലൂസ് പൗഡർ എടുത്തിട്ട് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. സ്പഞ്ചിൽ കുറച്ച് പൗഡർ എടുക്കാം. എക്സ്ട്രാ വരുന്നത് കൈയിൻ്റെ അവിടെ ഒന്ന് ടാപ്പ് ഓഫ് ചെയ്തതിന് ശേഷം കണ്ണിൻ്റെ അടിയിൽ നമുക്കിത് ഇതേപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കൺസീലർ അങ്ങനെ സെറ്റായിട്ടിരിക്കും. താടിയുടെ ഇവിടെ ഇപ്പം തട്ടിക്കളയണ്ട, നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇത് തട്ടിക്കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്താ വേണ്ടേ, നമുക്ക് ഐഷാഡോ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഐഷാഡോന് വേണ്ടിയിട്ട് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐഷാഡോ എടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ന്യൂഡ് ഷെയ്ഡ് എടുത്തിട്ട് നമുക്ക് കംപ്ലീറ്റ് ഐലിഡ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ണിൻ്റെ മീതെ കംപ്ലീറ്റ്ലി നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മീതെ ഇടുന്ന ഐഷാഡോ നല്ല പോപ്പ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ ഡാർക്കർ ഷെയ്ഡ് എടുക്കാം, ഔട്ടർ കോർണേഴ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ആസ് യൂഷ്വൽ അധികം ഐ ഷാഡോസ് ഒന്നും യൂസ് ചെയ്യില്ല,
അതിന് ശേഷം ഈ ഒരു ഷാംപെയിൻ ഷെയ്ഡ് എടുക്കാം. ഐലിഡ്സിൽ കംപ്ലീറ്റ്ലി നമുക്ക് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ക്രീസിൻ്റെ അവിടെ ഇതേപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ ഡാർക്ക് ബ്രൗൺ ഐ ഷാഡോ ഇല്ലേ, ഇതെടുത്തിട്ട് നമുക്ക് ലൈറ്റായിട്ടൊന്ന് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി വേറെ പ്രൊഡക്റ്റൊന്നും നമുക്ക് എടുക്കണ്ട. കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് തുടച്ച് മാറ്റാം കേട്ടോ. കണ്ണിൻ്റെ താഴെ ഒന്ന് ഈ ബ്ലാക്ക് ഐ ഷാഡോ വെച്ചിട്ട് ലൈറ്റായിട്ടൊന്നിങ്ങനെ എഴുതി കൊടുക്കാം. ഇതിൽ തന്നെ ബ്ലാക്ക് ഐ ഷാഡോ ഉണ്ട് കേട്ടോ. അതാ ഇതെടുത്തിട്ട് ഔട്ടർ കോർണേഴ്സിൽ മാത്രം കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഇന്നർ കോർണേഴ്സ് നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ഷാംപെയിൻ ഷെയ്ഡില്ലേ, അതെടുത്തിട്ട് നമുക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാജലും കൂടി എഴുതിയതിന് ശേഷം നമുക്കിതൊക്കെ തട്ടിക്കളയാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ മാക്കിൻ്റെ കാജലാണ് യൂസ് ചെയ്യണത്. നല്ല കാജലാണ് കേട്ടോ. മാക്കിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര എക്സ്പെൻസീവ് ആണ്, പക്ഷെ അല്ല. നമുക്ക് കാജൽ വെച്ചിട്ട് കണ്ണിൻ്റെ മീതെ ലൈറ്റായിട്ടൊന്ന് ഇങ്ങനെ ഇതേപോലെ എഴുതി കൊടുക്കാം. ഇത്ര നീറ്റ് ആവണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ എന്തായാലും സ്മഡ്ജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കറബറാന്ന് വരച്ചാലും മതി. ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സെറ്റ് ആവണേക്കാളും മുമ്പ് തന്നെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് ഒന്ന് ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ടൈറ്റ് ലൈൻ ചെയ്താലാണ് കൺപീലിക്ക് കുറച്ചുകൂടി തിക്നെസ് തോന്നിക്കും. അതേപോലെ തന്നെ നല്ലൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഈ ഭാഗത്തും വാലിൻ്റെ ഭാഗം ഒന്ന് എഴുതി കൊടുക്കാം കേട്ടോ. ഈ പൗഡർ ഒന്ന് തട്ടിക്കളയാം കേട്ടോ. അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ഫിനിഷ് ആയിട്ടുണ്ടാവും. എന്തോ ഒരു കുറവ് പോലെ തോന്നില്ലേ? അതിന് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ലാഷ് പാരഡൈസ് മസ്കാരയാണ് കേട്ടോ. വോളുമിനസ് ലാഷ് പാരഡൈസ് മസ്കാര പേര് പറയണ പോലെ തന്നെ നല്ല വോളുമിനസ് ആയിട്ടുള്ളൊരു ലുക്ക് തരും കേട്ടോ. നല്ല കൺപീലിയുള്ള പോലെ തോന്നിപ്പിക്കും. കണ്ടോ ഡിഫറൻസ്? നല്ലൊരു ഫുള്ളർ ലുക്കില്ലേ? ഇതാവുമ്പോൾ നല്ല വിടർന്ന് നിൽക്കുന്നില്ലേ കണ്ണ്? അപ്പോൾ നമുക്ക് ഇബ കോസ്മെറ്റിക്സിൻ്റെ എവറിഡേ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബ്ലഷ് ഇടാം കേട്ടോ. അപ്പോൾ ഇതന്നെ നമുക്ക് അത്യാവശ്യം ലിപ്സ്റ്റിക് ആയിട്ട് ഇടാം, അതേപോലെ തന്നെ ഐ ഷാഡോ ആയിട്ട് ഇടാം. പിന്നെ റെഡ് ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ലൈറ്റായിട്ട് മാത്രം കുറച്ച് മാത്രം എടുത്താൽ തന്നെ നല്ല അടിപൊളി ലുക്കാണ്. ഞാൻ അപ്വേർഡ് ഡിറക്ഷനിലേക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണം. ഓരോരോ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാമെന്നാണ് കേട്ടോ. ബാക്കിയുള്ളത് കുറച്ച് നമുക്ക് മൂക്കിൻ്റെ അവിടെ ഇട്ട് കൊടുക്കാം, ചുമക്കട്ടെ. അപ്പോൾ ഇതാ ബ്ലഷും നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പം നമുക്ക് ആ ഗ്ലോയി ലുക്കിന് വേണ്ടിയിട്ട് മെബ്ലിൻ ന്യൂയോർക്ക് മാസ്റ്റർ ക്രോം ഹൈലൈറ്റർ യൂസ് ചെയ്യാം കേട്ടോ. ഇത് മെറ്റാലിക് ഹൈലൈറ്റർ ആണ്. അപ്പോൾ ഇത് നമുക്ക് അധികമൊന്നും വേണ്ട, കുറച്ച് മാത്രം എടുത്ത് ജസ്റ്റ് എന്തൊരു സ്ഥലം കാണാനായിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് മാത്രം ഇട്ട് ഹൈയസ്റ്റ് പോയിൻറ്റ്സിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഉള്ളിൽ നിന്നുള്ളൊരു ഷൈനിന് വേണ്ടിയിട്ട് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. എസ്പെഷ്യലി പാർട്ടി ലുക്സിനൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ പ്രോഡക്ട്സും നമ്മൾ മിന്ത്രയിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ. ക്യൂപ്പിഡ്സ് പൂ കുറച്ച് താടിയുടെ അവിടെ, നെറ്റിയുടെ അവിടെ സൈഡിലായിട്ട് കേട്ടോ. ബേസിക്കലി ലൈറ്റ് തട്ടുന്ന ഭാഗങ്ങളില്ലേ അവിടെ മാത്രം. അപ്പോൾ ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് നമ്മൾ 2 ഷെയ്ഡ്സും കൂടി മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇത് കോംബോ ആയിട്ടാണ് കേട്ടോ വരുന്നത്. റിനേയുടെ ഹങ്കർ ഫോർ ബെറി, അതേപോലെ തന്നെ ഡിസയർ ഫോർ ബ്രൗൺ, ഈ 2 ഷെയ്ഡ്സും കൂടി മിക്സ് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഹങ്കർ ഫോർ ബെറി നോക്കി നോക്കാം കേട്ടോ. അത് ആസച്ച് തന്നെ എനിക്ക് നല്ല ഇഷ്ടമുള്ള ഷെയ്ഡാണ്. പക്ഷേ 2 ഷെയ്ഡ്സൊക്കെ കൂടി മിക്സ് ചെയ്തിടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുള്ള പോലെ തോന്നുന്നുണ്ട്. ഒരു കസ്റ്റമൈസ്ഡ് ഷെയ്ഡായിട്ട് നമുക്ക് വേണ്ടി മാത്രമുള്ളൊരു ഷെയ്ഡായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 കൂടി മിക്സ് ചെയ്തിടണമെന്നേ ഉള്ളൂ. പക്ഷേ ഇത്രയും ബ്രൈറ്റ്നസ് വേണ്ട എന്നതുകൊണ്ട് നമുക്ക് ഡിസയർ ഫോർ ബ്രൗൺ എടുത്ത് ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. എല്ലാം നമ്മൾ മിന്ത്രയിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം, മാർക്ക് ചെയ്തിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് എടുത്തൊരു കുട്ടി ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മാർക്ക് ചെയ്തിട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.